ഹായ് ഫ്രണ്ട്സ്, റിൻഷാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലഗോൺ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാം. 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല ചേർത്ത് വെള്ളമില്ലാതെ കുക്കറിൽ വേവിച്ചെടുക്കാം. 5-6 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ആവശ്യമായ സാധനങ്ങൾ: അരി 2 kg. ഞാൻ ജോക്കർ ഫസ്റ്റ് ആണ് എടുത്തത്. 6 വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, 6 തക്കാളി റൗണ്ടിൽ അരിഞ്ഞത്, വേവിച്ച് വെച്ച ചിക്കൻ, ആവശ്യത്തിന് ചപ്പ്, പുതിന, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, തൈര്, ചെറുനാരങ്ങ നീര്, മഞ്ഞൾപ്പൊടി, ഓയിൽ, ഉപ്പ്, ഗരം മസാല. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ബിരിയാണി പോട്ട് ചൂടാക്കി ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ക്രഷ് ചെയ്യാതെ ആണ് ഇട്ടത്. ഇനി ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അല്പം ഉപ്പ് ചേർക്കാം, ഉള്ളി നന്നായിട്ട് വാടാൻ വേണ്ടി. ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് മിക്സ് ചെയ്യാം. പുളിക്ക് ആവശ്യമായ തൈര്, ചെറുനാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച ചിക്കൻ ചേർക്കാം. ചപ്പ്, പുതിന ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിക്കാം. അതിലേക്ക് നമുക്ക് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ചപ്പ്, പുതിന, കറിവേപ്പില, ചെറുനാരങ്ങ നീരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ച അരി ചേർക്കാം. അരി പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുത്ത് മസാലയിലേക്ക് ചേർത്ത് ലെയർ ചെയ്യാൻ നെയ്യിൽ ഉള്ളി നന്നായി മൊരിച്ചെടുക്കാം. അല്പം ചപ്പ്, പുതിന റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് ലെയർ സെറ്റാക്കി എടുക്കാം. ചോറിലേക്ക് കുറച്ച് നെയ്യ്, ഉള്ളി, ചപ്പ്, പുതിന ചേർക്കാം. അടുത്ത ലെയറും ഇതുപോലെ സെറ്റ് ചെയ്ത് നെയ്യിൽ മൂപ്പിച്ച ഉള്ളി, ചപ്പ്, പുതിന ചേർത്ത് എന്നിട്ട് 15 മിനിറ്റ് സിമ്മിൽ ദം ചെയ്ത് വെക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.